പണി എന്ന സിനിമയുടെ വിജയത്തിന് ശേഷം ജോജു ജോർജുമായി ബന്ധപ്പെട്ട ഒരു വിവാദം പല ആളുകളും ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ജോജു ജോർജ് തൻ്റെ സിനിമയെ വിമർശിച്ച ഒരാളെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയ കാര്യം മാത്രമാണ് പല ആളുകളുടെയും കണ്ണിൽപ്പെട്ടത്. ആൾ പോസ്റ്റിൽ പറഞ്ഞ വിമർശനം പലരും ശ്രദ്ധിച്ചിട്ടില്ല. പണി സിനിമയിലെ പീഡന രംഗത്തിൻ്റെ ചിത്രീകരണം അപക്വമാണെന്നും സ്ത്രീകളെ ഒബ്ജക്റ്റിഫൈ ചെയ്യുന്ന രീതിയിലുമാണ് എന്നതാണ് അദ്ദേഹത്തിൻ്റെ ആരോപണം. ഈ സിനിമയുടെ ഒരു ഭാഗം യൂട്യൂബ് ഷോർട്സായി വന്നപ്പോൾ അതിൽ കണ്ട ഒരു കമൻറ്റ് ഈ താടകയെ കൂടി റേപ്പ് ചെയ്യണമായിരുന്നു എന്നതാണ്. ഒരാൾക്ക് എന്തുകൊണ്ടാണ് ഈ ഒരു സ്ത്രീയെ ഉപദ്രവിക്കണമെന്ന് തോന്നാൻ കാരണം? ഈ സിനിമയിൽ അത്യാവശ്യം ബോൾഡായി പെരുമാറുന്ന ഒരു കഥാപാത്രമാണിത്. അവർ മദ്യപിക്കുന്ന, സിഗരറ്റ് വലിക്കുന്ന, വണ്ടി ഓടിക്കുന്ന, സ്ലീവ്ലെസ് ധരിക്കുന്ന ഒരു കഥാപാത്രമാണ്. സമൂഹത്തിലെ പല ആളുകൾക്കും ഇന്നും തനിഷ്ടക്കാരി എന്ന് തോന്നിക്കുന്ന പ്രവൃത്തികൾ നിറഞ്ഞ ഒരു സ്ത്രീയോട് എന്തോ ഒരു അസ്വസ്ഥതയാണ്. അതുകൊണ്ട് തന്നെ അവർ വേറെ ഒന്നും ചെയ്തില്ലെങ്കിലും ചിലർക്ക് ദേഷ്യം വരും. ഈ മാനസിക അവസ്ഥ തന്നെയാണ് ഇത്തരം കമൻ്റ് ഇടാൻ ഇയാളെ പ്രേരിപ്പിച്ചത്. ഒരു സമൂഹത്തിൽ ഇഷ്ടം പോലെ സാമൂഹ്യ വിരുദ്ധര് കാണും. അതൊന്നും കാര്യമാക്കാനില്ല എന്ന രീതിയിലല്ല ഇതിനെടുക്കേണ്ടത്. ഇത്തരമൊരു കമൻറ്റ് വരുമ്പോൾ ആളുകൾ ഈ വ്യക്തിയെ വിമർശിക്കുന്നില്ല എന്ന് മാത്രമല്ല 5 പേർ ഇയാളോട് യോജിക്കുന്നു. ഈ അടുത്ത് ഹിന്ദി കണ്ടന്റ് ക്രിയേറ്ററായ അപൂർവ മുഖിജ ഒരു ചാനൽ പരിപാടിക്കിടെ ഒരു സെക്ഷൽ തമാശയ്ക്ക് മറുപടിയായി ഒരു സെക്ഷൽ ജോക്ക് പറഞ്ഞതിന് അവൾ നേരിട്ടത് വളരെ ഭയാനകമായിട്ടുള്ള കമൻറ്റുകളാണ്. ആസിഡ് ആക്രമണങ്ങൾ, കൊലപാതക ഭീഷണികൾ, റേപ്പ് ത്രെറ്റുകൾ എല്ലാം അതിൽ കാണാം. ഇത്തരം കമൻറ്റുകൾ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് റേപ്പ് എന്നത് ചിലർക്ക് വളരെ ആസ്വാദ്യകരമായ സംഗതിയാണ്. ചിലർക്ക് ഒരു പകപോക്കലാണ്, വേറെ ചിലർക്ക് ആധിപത്യമാണ്. ഈ മാനസിക നിലവാരമുള്ള ആളുകൾക്കിടയിലേക്കാണ് ഇത്തരം സിനിമകൾ ഇറങ്ങുന്നത്. നേര്, 2020, കണ്ണൂർ സ്ക്വാഡ്, പണി എന്നീ സിനിമകളിൽ റേപ്പ് എന്ന വിഷയത്തെ വളരെ ഡീറ്റെയിലോടുകൂടി ചിത്രീകരിക്കുന്നുണ്ട്. സിനിമയിലെ റേപ്പ് രംഗങ്ങളിൽ വയറിൽ കയറി പിടിക്കുന്നത്, വസ്ത്രം വലിച്ചു കീറുന്നത് എല്ലാം വളരെ ഡീറ്റെയിലായി കാണിക്കേണ്ടതുണ്ടോ എന്നതാണ് ചോദ്യം. സിനിമകളിൽ കാണിക്കുന്ന ചുംബന രംഗങ്ങൾ, നഗ്നത അതെല്ലാം മനുഷ്യർക്ക് വെവ്വേറെ രീതിയിൽ ആസ്വദിക്കാനുമുള്ള അവകാശമുണ്ട്. പക്ഷേ റേപ്പ് അങ്ങനെയല്ല. പുറത്തിറങ്ങി നടന്നതുകൊണ്ടാണ്, ഇന്ന വസ്ത്രം ധരിച്ചതുകൊണ്ടാണ്, രാത്രി ചുറ്റിക്കറങ്ങിയത് കൊണ്ടാണ് എന്നിങ്ങനെ വിക്ടിമിനെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ കുറ്റപ്പെടുത്തുന്ന സമൂഹത്തിൽ ഇത്തരം രംഗങ്ങൾ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നത് ചിന്തനീയമാണ്. അവനെയും കുറ്റം പറയാൻ പറ്റില്ല എന്ന വികലമായ ന്യായീകരണമാണ് ഇതിൽ ഏറ്റവും ഭയാനകം. എന്തുകൊണ്ടാണ് സിനിമകളിൽ റേപ്പ് എന്ന വിഷയം നിരന്തരം ആവർത്തിക്കുന്നത്? സിനിമയിൽ തന്നെ നിഷ്കളങ്കയായ സ്ത്രീകളെ ഉപദ്രവിക്കുന്നത് കാണിക്കും. പെരുമാറ്റത്തിലും കാഴ്ചയിലും പാവം തോന്നിക്കുന്ന സ്ത്രീകൾ, ഇവരെ വില്ലൻ കഥാപാത്രങ്ങൾ ഉപദ്രവിക്കുന്നു. ഈ സ്ത്രീ കഥാപാത്രത്തിന് വേണ്ടി നായകൻ പ്രതികാരം വീട്ടുന്നു. നായകൻ്റെ പ്രതികാരത്തിനുള്ള ഒരു ആയുധം മാത്രമാണ് സ്ത്രീയോടുള്ള ഉപദ്രവം. പിന്നീടുള്ള രംഗങ്ങളിൽ എവിടെയും ഈ സ്ത്രീ കഥാപാത്രത്തിൻ്റെ മാനസിക വ്യഥയെക്കുറിച്ച് സംസാരമോ പരാമർശമോ ഉണ്ടാകില്ല. പിന്നീട് നായകനും വില്ലനും തമ്മിലുള്ള പോരാട്ടം മാത്രമായിരിക്കും കഥ. ഇതൊരു പ്രതികാര കഥയുടെ ടെംപ്ലേറ്റ് ആണ്. ഇതേ കഥ ഉപയോഗിച്ച് എത്ര സിനിമകൾ വേണമെങ്കിലും എടുക്കാൻ പറ്റും. എത്ര ആവർത്തിച്ചാലും ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കഥാ പശ്ചാത്തലമാണിത്. നേര് പോലുള്ള സിനിമകളിൽ നായികയായ പെൺകുട്ടി ഉപദ്രവിക്കപ്പെട്ടു എന്ന് നമുക്ക് മുന്നേ അറിയാം. പിന്നെ എന്തിനാണ് വീണ്ടും ആ കുട്ടിയെ ഉപദ്രവിക്കുന്ന വിശദാംശമടങ്ങുന്ന സീൻ കാണിക്കുന്നത്? പ്രേക്ഷകരിൽ അസ്വസ്ഥത ഉണ്ടാക്കുക, വില്ലനോട് ദേഷ്യം തോന്നിക്കുക എന്നതാണ് ലക്ഷ്യമെങ്കിലും ചില ആളുകൾ അതിനെ നല്ല അർത്ഥത്തിൽ എടുക്കുന്നില്ല. സെമി പോൺ കാണുന്ന ലാഘവത്തോടെ ഈ രംഗങ്ങൾ കാണുന്നു. ഈ സീനുകൾ ഒരു നടിയുടെ തുണ്ടെന്ന രീതിയിൽ പല ആളുകളും ഷെയർ ചെയ്യുന്നു. 10 or 15 വയസ്സുള്ള കുട്ടികളെ ഉപദ്രവിക്കുന്ന കാഴ്ചകൾ നമ്മൾ അധികം സിനിമകളിൽ കാണിക്കാറില്ല. സെൻസർ പ്രശ്നങ്ങൾ കാണാമെങ്കിലും പൊതുവിൽ കുട്ടിയോടുള്ള ഉപദ്രവങ്ങൾ നമ്മൾ അത്ര കാണിക്കാതിരിക്കുകയാണ് ചെയ്യാറ്. ഇത്തരത്തിൽ നമ്മുടെ സിനിമയിലെ ഒരു രംഗം സമൂഹത്തിലെ ചില ആളുകൾ ഉപയോഗപ്പെടുത്തുന്നു എന്ന അറിവുണ്ടെങ്കിൽ ആ രംഗങ്ങൾ കുറച്ചുകൂടി ജാഗ്രതയോടുകൂടി അവതരിപ്പിക്കേണ്ടതില്ലേ? റേപ്പ് രംഗങ്ങളെ ഒരു ഗ്ലാമറൈസ്ഡായി ചിത്രീകരിക്കുന്നതിന് പകരം വേദനിക്കുന്ന മനുഷ്യരുടെ ഭാഗത്തു നിന്നും കഥകൾ കാണാൻ പറ്റണം. റേപ്പ് എത്രത്തോളം ഭയാനകവും പൈശാചികവുമാണ് എന്ന തോന്നലാണ് നമുക്ക് ലഭിക്കേണ്ടത്. ഒരു സിനിമയിലെ രംഗങ്ങൾ സംവിധായകൻ ഇന്ന രീതിയിലേ ചിത്രീകരിക്കാൻ പാടുള്ളൂ എന്നൊരു നിബന്ധനയല്ല. റേപ്പ് പോലുള്ള വളരെ സെൻസിറ്റീവായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ പ്രേക്ഷകരുടെ മാനസിക നിലവാരം കൂടി കണക്കിലെടുക്കേണ്ടതുണ്ട് എന്ന് മാത്രം.